ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. പുതിയ വിവാദങ്ങളുടെ മറവിൽ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ടും അതിൻ്റെ അന്തസ്സത്തെ തള്ളിക്കളയുന്ന സമീപനമാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജവം സർക്കാരിനില്ല, ആത്മാർത്ഥത സർക്കാരിനില്ല. അത് സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവനകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കുറ്റം ചെയ്തവർ സംരക്ഷിക്കപ്പെടില്ല എന്നുള്ള പതിവ് വർത്തമാനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നടപടിയിൽ ഒരാത്മാർത്ഥതയും സർക്കാരിനില്ല. ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റ് വിവാദങ്ങൾ യഥാർത്ഥത്തിൽ സർക്കാരിന് നല്ല രീതിയിൽ ഒളിച്ചോടാനുള്ള ഒരു ഉപാധിയായിട്ട് മാറിയിരിക്കാം. ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റ് വിവാദങ്ങളിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സർക്കാർ ഇത് ഉപയോഗിക്കരുത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാൻ സർക്കാർ തയ്യാറാവണം. ശക്തമായ നടപടികൾ ഇവിടെ സർക്കാർ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു അന്വേഷണ കമ്മിറ്റി എന്നൊക്കെ വെച്ചിട്ട് SIT ഒക്കെ വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് പതിവ് പോലെ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിട്ട് മാത്രം മാറുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് കൊല്ലം MLA മുകേഷിനെതിരെയാണ്. കൊല്ലം MLA മുകേഷിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വളരെ വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നതിലൂടെയാണ് സർക്കാരിൻ്റെ ആത്മാർത്ഥത എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ ഉള്ള ആത്മാർത്ഥത സർക്കാരിനുണ്ടെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഭരണകക്ഷി MLA ആയിട്ടുള്ള മുകേഷിനെ ആദ്യം ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. മുകേഷിനെ നിലനിർത്തിക്കൊണ്ട് ചലച്ചിത്ര രംഗത്തെ അനാശാസ്യ പ്രവണതകൾ പരിഹരിക്കാൻ കഴിയും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ സമീപനമല്ല. ചലച്ചിത്ര നടനും MLAയുമായിട്ടുള്ള മുകേഷിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്തായിരിക്കും സ്ഥിതി? മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ ആരോപണത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരാൾ MLA ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് ധാർമ്മികതയാണ് CPM-നും സർക്കാരിനും ഇക്കാര്യത്തിലുള്ളത്? ഭരണമുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള CPI-യുടെ നേതാക്കൾ പോലും പരസ്യമായി ആവശ്യപ്പെടുകയാണ് മുകേഷ് രാജിവെക്കണമെന്ന്. അപ്പം മുകേഷിനെതിരെ നടപടിയെടുക്കാതെ ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ടുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? മുകേഷിനെയും മറ്റും വെച്ച് കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം പോലും ലജ്ജാകരമായ തീരുമാനമാണ്. സർക്കാർ ചലച്ചിത്ര മേഖലയെ രക്ഷിക്കാൻ എന്നുള്ള പേരിൽ നടത്തുന്ന ഈ കോൺക്ലേവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ. ഷാജിയൻ കരുണനെക്കുറിച്ചും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുക.
സർക്കാർ അടിയന്തരമായി ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺക്ലേവ് നിർത്തിവെക്കണം. മുകേഷിനെതിരെ നടപടിയെടുക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മറ്റ് വ്യക്തികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മുകേഷിൻ്റെ രാജിയാണ്. അതില്ലാതെ പറയുന്നതെല്ലാം വെറും വാചക കസർത്തുകൾ മാത്രമാണ്. ഇത് ശരിയായ സമീപനമല്ല. അതുകൊണ്ട് സർക്കാരിന് ഈ വിഷയത്തിൽ കേരളത്തിലെ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായൊരു നിലപാടുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും കോൺക്ലേവ് നിർത്തിവെക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇത് വേട്ടക്കാരെല്ലാം ചേർന്നിട്ട് അവിടെ എന്ത് കോൺക്ലേവാണ് നടത്താൻ പോകുന്നത്? അപ്പോൾ ഈ കോൺക്ലേവ് കുറച്ച് സർക്കാരിൻ്റെ കാശ്, നമ്മുടെ നികുതി പണം ചെലവാക്കുക എന്നതല്ല. അതിൽ കഴിഞ്ഞ ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ആത്മാർത്ഥതയില്ലാത്ത സമീപനമല്ലേ. 3 ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ വന്നിരിക്കുകയാണ്. സാധാരണ ഇത്തരം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കേസെടുക്കണ്ടേ? പല ആരോപണങ്ങളും ജാമ്യമില്ലാത്ത കേസിൽ പെടുന്ന ആരോപണങ്ങളാണ്. അങ്ങനെയുള്ള ഒരാളെ MLA ആയും കോൺക്ലേവിൻ്റെ ഉപദേശകനായിട്ടും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങളിവിടെ നടപ്പാക്കും എന്ന് സർക്കാരിന് പറയാൻ കഴിയുന്നത്? അതുകൊണ്ടത് ആളുകൾ വിശ്വസിക്കുന്ന കാര്യമല്ല.